നമസ്കാരം. കൊല്ലം കുലശേഖരപുരത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൽ CPMന്റെ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിലെ വേദിയിൽ സംസ്ഥാന സമിതി അംഗങ്ങളെ സ്ഥലത്തെ പാർട്ടിയുടെ അണികളും പാർട്ടി അംഗങ്ങളും പൂട്ടിയിട്ട് CPMനകത്ത് പാർട്ടി അണികൾ തമ്മിലും സംസ്ഥാന സമിതി അംഗങ്ങളും തെരുവിൽ തല്ലുകൂടിയ വാർത്ത ഇന്നലെ നാം കേട്ടതേയുള്ളൂ. ഇന്നലെ അതിനു മുന്നേ കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനത്തിൽ ഉണ്ടായ വിഷയങ്ങളായിരുന്നു. ഇത്തരത്തിൽ കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനത്തിൽ പാർട്ടി അണികൾ തെരുവിൽ തമ്മിലടിച്ചപ്പോൾ ആ തമ്മിലടിയുടെ കാരണം കണ്ടെത്താനായി ഇന്ന് MV ഗോവിന്ദൻ കരുനാഗപ്പള്ളിയിൽ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്. ജില്ലാ പ്രതിനിധികളുമായിട്ട് ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റ് പിന്നീട് ജില്ലാ പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ച നടത്താനായി വന്നിട്ടുണ്ട്. PR വസന്തൻ, സൂസൻ കോടി ഇങ്ങനെ രണ്ട് ഗ്രൂപ്പാണ്. ഔദ്യോഗിക പക്ഷവും PR വസന്തൻ പക്ഷവും തമ്മിലാണ് ഈ തർക്കങ്ങളിലേക്ക് പോയത് എന്ന് പറയുന്നു. PR വസന്തൻ എന്ന പഴയ DYFI നേതാവ്, പഴയ VS പക്ഷക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി അലിഗേഷനുകൾ, നിരവധി കൊള്ളയടിക്കപ്പെട്ട പാർട്ടിയുടെ പേരിൽ പാർട്ടിയുടെ പേരിൽ സ്ഥാനമാനങ്ങൾ കൈയടക്കി എന്നും പലതും കൊള്ളയടിച്ചെന്നും പാർട്ടിയുടെ പണം കൊണ്ടുപോയെന്നും പാർട്ടിയുടെ പേരിലുള്ള സ്കൂളിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്നും പെൺകുട്ടികളുടെ പേരിൽ കരുനാഗപ്പള്ളിയിലുള്ള ഒരു സ്കൂളിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്നും ഒക്കെ ഉള്ള വസന്തൻ്റെ പേരിലുള്ള തട്ടിപ്പ് കഥകളുടെ പേരിൽ സൂസൻ കോടി വിഭാഗം ഔദ്യോഗിക പക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഏരിയ സമ്മേളനം ഉണ്ടായത്. അതായത് PR വസന്തൻ പക്ഷവും സൂസൻ കോടി പക്ഷവും തമ്മിലുള്ള തർക്കം തന്നെയായിരുന്നു ഏരിയ സമ്മേളനത്തിൽ ഉണ്ടായത്. ജില്ലാ പ്രതിനിധികൾ ഉണ്ടായിരുന്ന ഏരിയ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ വൻ പൊട്ടിത്തെറി ഉണ്ടായത്. അപ്പോൾ നാം ഇവിടെ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ കൊല്ലത്ത് കുലശേഖരപുരത്ത് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിൽ HA സലാം എന്ന് പറയുന്ന പഴയ LC സെക്രട്ടറി തന്നെ വീണ്ടും ഒരു പാനൽ ഉണ്ടാക്കി അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ പാനലിൽ ഉൾപ്പെടുത്തി അവർ പുതിയ പാനൽ ഉണ്ടാക്കാൻ നോക്കി, അതിനെ എതിർക്കാൻ നോക്കി. സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയായ സ്ത്രീ പീഡന കേസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അത്തരത്തിൽ നിറം പിടിപ്പിച്ച കഥകൾ നിരവധിയുള്ള സലാമിനെതിരെ സ്ത്രീകൾ തന്നെ കഴിഞ്ഞ ദിവസം കുലശേഖരപുരത്ത് ഇത്തരത്തിൽ പ്രക്ഷോഭത്തിന് വേണ്ടി വന്നിരുന്നു. ഇന്നിപ്പോൾ അതിനെതിരെയും ഉള്ളൊരു തീരുമാനമെടുക്കാൻ യോഗം കൂടുന്നുണ്ട്. ഈ അവസരത്തിൽ കരുനാഗപ്പള്ളിയിൽ MV ഗോവിന്ദൻ ഇത്തരത്തിൽ അവിടെ കമ്മിറ്റി കൂടുമ്പോൾ ജില്ലയ്ക്ക് പുറത്ത് ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയിലെ ഒരു ജില്ലയിലെ തന്നെ പ്രമുഖ നേതാവ്, മുൻ DYFIയുടെ സംസ്ഥാന നേതാവ്, പിന്നെ ജില്ലാ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ മുൻ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള വിപിൻ സി, CPMലെ ജില്ലാ നേതാവ് വിപിൻ സി ബാബു ഇപ്പോൾ CPMൽ നിന്ന് വിട്ട് CPMലെ ജില്ലാ നേതൃത്വത്തിൻ്റെ അണികളോടുള്ള, പ്രത്യേകിച്ച് തന്നോടൊക്കെ ഉള്ള പെരുമാറ്റത്തിൽ അദ്ദേഹം സംസ്ഥാന സമിതിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും നിരവധി കത്തും മറ്റു കാര്യങ്ങളും MV ഗോവിന്ദനെ അറിയിക്കുകയും ഒക്കെ ചെയ്തൊരു വലിയൊരു അഗ്നിപർവ്വതം പുകയുന്നത് പോലെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാവുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം ഇപ്പോൾ CPM വിട്ട് BJPയിലേക്ക് വന്നിരിക്കുന്നു. അതായത് കൊല്ലം കരുനാഗപ്പള്ളി ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് CPMന്റെ ആലപ്പുഴ ജില്ല. ഇന്നും അതേ VSനെ തോൽപ്പിച്ച നാടാണ്. VS പ്രതിപക്ഷ നേതാവായിരുന്നു. ഒരു വേള മുഖ്യമന്ത്രി ആവാനായി താല്പര്യത്തോടെ മത്സരിച്ച് പാർട്ടി ജയിക്കുകയും VS തോൽക്കുകയും മാരാരിക്കുളത്ത് VSനെ തോൽപ്പിക്കുകയും ചെയ്ത പാർട്ടിയുടെ തുടക്കകാലം മുതൽ വൻ വിഭാഗീയതയുള്ള കൊടികുത്തി വാഴുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. ഏതായാലും CPMൽ നിന്ന് ഒരു പ്രമുഖ നേതാവ്, അതും വെറുതെ ഒരു അറിയപ്പെടുന്ന ജില്ലയിലെ നേതാവല്ല, പാർട്ടി കുടുംബാംഗമാണ്. അദ്ദേഹം BJPയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് ഇന്ന് സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും PK കൃഷ്ണദാസും അടങ്ങിയ സംസ്ഥാന സമിതി അംഗങ്ങൾ, പാലക്കാട് മത്സരിച്ച കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ ആണ് അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചത് പാർട്ടിയിലേക്ക്. ഏതായാലും ഇന്ന് ഇത്തരത്തിൽ അദ്ദേഹം പാർട്ടിയിലേക്ക് വിട്ടുവരുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പാർട്ടിയുടെ മതനിരപേക്ഷ സ്വഭാവം പോയി, വർഗീയതയാണ്, പുതിയ പാർട്ടി അംഗങ്ങളാണ് പാർട്ടിയിലുള്ളത്, പാർട്ടിയെ ഭരിക്കുന്നത് കുറേ പണച്ചാക്കുകളും പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്തവരും വർഗീയത വിളമ്പുന്നവരും ഒക്കെയാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിനെ മാലയിട്ട് സ്വീകരിച്ച ചടങ്ങിൽ സുരേന്ദ്രൻ പറഞ്ഞത്, നമ്മുടെ മുൻ മന്ത്രി പാർട്ടിക്കകത്ത് ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്നും പാർട്ടിയുടെ പല പാർട്ടി പരിപാടികളിലും ഏരിയ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കി. അദ്ദേഹം ഇപ്പോൾ വെറും ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. വയസ്സ് പരിമിതി കഴിഞ്ഞതിന് അദ്ദേഹത്തിന് പാർട്ടി
ഇപ്പോൾ ബ്രാഞ്ചിൽ വെറുതെ ഒരു ക്ഷണിതാവായിട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പല കമ്മിറ്റികളിലും അദ്ദേഹത്തിന് വളരെ വളരെ മാനസികമായി വേദനിപ്പിക്കുന്ന അനുഭവമാണ് ആലപ്പുഴത്തെ ഇപ്പോഴത്തെ അഭിനവ CPMകാർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അദ്ദേഹവും CPM വിട്ട് BJPയിലേക്ക് വരും എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതായത് മാലിന്യമടങ്ങിയ വെള്ളം പോയി തെളിഞ്ഞ വെള്ളം നമ്മുടെ പാർട്ടിയിലേക്ക് വരികയാണ് എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സന്ദീപ് വാര്യരെ കുറിച്ചായിരിക്കുമോ അത് പറഞ്ഞെന്നറിയില്ല. സന്ദീപ് വാര്യർ പോയപ്പോൾ സന്ദീപ് വാര്യരെ പോലെ തന്നെ ആലപ്പുഴയിലെ ഒരു പ്രമുഖ നേതാവിനെ തങ്ങൾക്ക് കിട്ടിയതിലെ സന്തോഷം സുരേന്ദ്രൻ പറഞ്ഞു. ഒരു പഴയ CPM ഇതിനകത്ത് നമുക്ക് എടുത്തു പറയാനുള്ളത് പഴയ CPM പ്രവർത്തകരും പുതിയ CPM പ്രവർത്തകരും തമ്മിലുള്ള ചേർച്ചയില്ലായ്മ, പാർട്ടിക്കകത്ത് ആഭ്യന്തര പ്രശ്നം, അത് ഇത്തരത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലം വേദിയാകുമ്പോൾ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ ആലപ്പുഴയിൽ ഒക്കെ മുമ്പെങ്ങുമില്ലാത്ത വിധം പാർട്ടിയിൽ കടുത്ത വിഭാഗീയത തലമുക്കുകയാണ്. കടുത്ത വിഭാഗീയത എന്ന് പറയുമ്പോൾ വെറും രണ്ട് പക്ഷക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല. അതായത് മാർക്സിസത്തിലൂടെ ലെനിനിസം എന്ന രീതിയാണ് എന്നുണ്ടെങ്കിൽ മാർക്സിസം മാറ്റിവെച്ച് വെറും ലെനിനിസം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഈ കഴിഞ്ഞ ദിവസം CR നീലകണ്ഠൻ എന്ന പാർട്ടിയുടെ പഴയ മുൻകാല പ്രവർത്തകൻ നമ്മുടെ ചാനലിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അത് മാർക്സിസം വിട്ട് വെറും ലെനിനിസം മാത്രമായ ലെനിനിസം എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ മുൾത്തട്ടി ഇരിക്കുന്നവർ പറയുന്നത് അതിനി എന്തൊക്കെയായാലും അനുസരിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ മുകൾത്തട്ടിലിരിക്കുന്നവർ കാണിക്കുന്നത് അഴിമതിയാണെങ്കിൽ താഴ്ത്തട്ടിലിരിക്കുന്നവരും കാണിക്കുന്നത് അഴിമതിയാണ്. ഇങ്ങനെ ഒരു കൂട്ടം അഴിമതികാരെ കൊണ്ട് CPM നിറഞ്ഞോ അതിനെ എതിർക്കാൻ ചെല്ലുന്നവർക്ക് പിന്നെ ആ പാർട്ടി വിട്ട് പുറത്തു പോകേണ്ട സ്ഥിതിയിലേക്കാണ് CPM പോകുന്നത് എന്ന് ചോദിക്കേണ്ടി വരും. ഏതായാലും ഈ ഒരു 2 വർഷത്തെ അടുപ്പിച്ചുള്ള ഭരണം പാർലമെന്ററി തലത്തിൽ നേതാക്കൾക്കും പാർട്ടിക്കും ഉണ്ടായ മാറ്റം, അധികാരത്തിൽ വന്ന ശേഷം നേതാക്കൾക്കുണ്ടായ മാറ്റം ഒക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോൾ കഴിഞ്ഞ 15 വർഷമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വന്ന ശേഷം ഉണ്ടായിട്ടുള്ള പാർട്ടിയിലെ അപ്രമാദിത്വം, ഇപ്പോൾ ഭരണത്തിൽ വന്ന ശേഷം കണ്ണൂർ ADMന്റെ മരണം മുതൽ ഇപ്പോൾ ഇങ്ങേയറ്റം കണ്ണൂർ ADMന്റെ മരണം, വയനാട്ടിൽ സിദ്ധാർത്ഥന്റെ മരണം, പാർട്ടി കണ്ണൂർ ലോബിയുടെ ഭരണത്തിലെ അമിതമായ കൈകടത്തൽ ഒക്കെ, പാർട്ടിയുടെ നിയന്ത്രണം, MV ഗോവിന്ദന്റെ പാർട്ടിയിൽ മേലുള്ള നിയന്ത്രണം, പാർട്ടിയുടെ കീഴ്ഘടകങ്ങളുടെ പോക്ക് ഒക്കെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ CPM പാർട്ടി അസ്തമിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കേണ്ടി വരും. ഏതായാലും കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പ്രവർത്തകരും ഈ ഭരണവിരുദ്ധ വികാരം ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ അണികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലേക്കും എത്തിക്കേണ്ടത് വളരെ ആവശ്യമായി വരികയല്ലേ? അത് അത്തരത്തിലൊരു ആവശ്യം കോൺഗ്രസ് അറിഞ്ഞ് കണ്ട് പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരു CPM ഭരണം എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ ജനം പൊറുക്കുമോ എന്നുള്ളത്, ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ടി വരും. നന്ദി, നമസ്കാരം.